Okay, so take down the problem. MF coupling is to be designed for a shaft which transmits shaft 56.25 kilowatt at 120 rpm. The following are the permissible stresses. Shear stress of shaft is equal to 60 Newton per mm square. Permissible shear stress of muff is equal to 10 Newton per mm square. And shear stress of key 40 Newton per mm square. And crushing stress of key 100 Newton per mm square. Okay, so take down the problem. MF coupling is to be designed for a shaft which transmits 56.25 rpm. The following are the permissible stresses. Let's starting with the shear stress of shaft 60 Newton per mm square. Shear stress of muff 10 Newton per mm square. Key 40 Newton per mm square. And crushing stress of key 100 Newton per mm square. Hello. Yes. Note No. the question. Yes. Right. Okay, അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് വരാം. ഇതിന്റെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം, അതിനനുസരിച്ച് നിങ്ങൾ സോൾവ് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ആസ് ഐ സെഡ്, ഡിസൈനിലെ your first step is to determine the diameter of the shaft. Okay, so based on this diameter ആണ് എല്ലാ dimension വരുന്നത്. So start with the diameter of the shaft. Now how will you determine the diameter of the shaft? അപ്പോൾ ഇവിടെ, so we are given the power transmitter അല്ലെ, 56.25 kilowatt ആണ് power, that is transmitted at 120 rpm. Okay, so power പറയാം, rpm പറയാം, you can find the torque, right? Now if you get the torque, you can find the diameter using the first step is to determine the torque, right? കണ്ടുപിടിക്കുക, equation നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, കണ്ടുപിടിക്കുക. Again, this torque is nothing but pi by 16 എന്താണ്, tau shear on shaft. Yes, permissible shear stress acting on shaft, that is given. So shaft into d cube ആണ്. Okay, so torque നമുക്ക് ഇവിടുന്ന് കിട്ടും. Substitute the value of torque here. Shear stress, permissible shear stress of shaft is given. Find the diameter. Solve ചെയ്തോ. Just find out the diameter. പെട്ടെന്ന് ചെയ്തോ.
സ്പീഡായിട്ട് ചെയ്തോ. Yeah. 7.24 diameter of the shaft. 7.24 എന്താ യൂണിറ്റ് എന്താ ഇതിന്റെ? ചെറിയ മിസ്റ്റേക്ക് കിട്ടും. യൂണിറ്റ് എന്താ? യൂണിറ്റ് ഒക്കെ കിട്ടിയ തന്നെ കിട്ടെ. എന്ന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. $7.23 ആയിരുന്നു. 56 കിലോ വാട്ടിനെ വാട്ടാക്കണേ. യെസ്, 72.42 വരും. എന്തോ യൂണിറ്റിൽ ഇഷ്യൂ ഉണ്ടല്ലോ, ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി. ഇത് ചെറിയ എന്തോ മൈന്യൂട്ട് എറർ വരുത്തിയിട്ടുണ്ട്. പവർ 56.25 കിലോ വാട്ട് ആണ്. കൺവേർട്ട് ടു വാട്ട്സ് ഇൻറ്റു 10 ക്യൂബ് വാട്ട്സ് ആക്കുക. സ്പീഡ് RPM തന്നെ. പവർ കിലോ വാട്ടിലാണ്, വാട്ടിലേക്ക് വരണം. പിന്നെ പിന്നെ അത് മാത്രം മതിയാ? പിന്നെ 10⁻³ പിന്നെയും ചെയ്യണം? വേണ്ട. ടോർക്ക് നമുക്ക് ന്യൂട്ടൺ മീറ്ററിലേക്ക്, കിലോവാട്ടിന് മാറ്റിയാലും ന്യൂട്ടൺ മീറ്ററിൽ കേട്ടോ. അതിന് ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. അതെ, അന്നേരം ഇൻറ്റു 10 ക്യൂബ് കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടുന്നത്, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോർക്ക് ആസ് 4476 ന്യൂട്ടൺ മീറ്റർ. ആണോ? 4476 ന്യൂട്ടൺ മീറ്റർ. അതിന് മില്ലിമീറ്ററിലേക്ക് മാറ്റണം. അതിനെ 3.277 കൂടി വരും. അല്ലെങ്കിൽ ഇൻറ്റു 10⁻³ 4476 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ വരും. അതിനെ വേണം പിന്നെ റെഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ ചെയ്തൊക്കെ അതിന് വേണം ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷനിലേക്ക് ഇടാൻ. എന്നിട്ട് ഡയമീറ്റർ കണ്ടെടുക്കണം. ക്യൂബ് റൂട്ട് എടുത്ത്. യെസ്. അത് ശ്രദ്ധിക്കണം. നന്നായി ഒരു എറർ വന്നത്. അത് സോൾവ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കേസാണ്. കാരണം നമ്മൾ വാട്ട് കൺവേർട്ട് ചെയ്ത് പവറിന്റെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അപ്പൊ യൂണിറ്റ് കറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. അതിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡയമീറ്റർ, കാരണം ന്യൂട്ടൺ മില്ലിമീറ്റർ കൺവേർട്ട് ചെയ്യണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ബാക്കിയെല്ലാം ന്യൂട്ടൺ. ഇപ്പൊ ഷിയർ സ്ട്രെസ് ആണെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മാറ്റാൻ പറഞ്ഞത്. അല്ലെ പിന്നെ ഷിയർ സ്ട്രെസ്സിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. എന്നിട്ട് ഡയമീറ്റർ കണ്ടെത്തി കഴിഞ്ഞാൽ ഡയമീറ്റർ മീറ്ററിൽ കിട്ടും. സോ യൂണിറ്റ് എപ്പോഴും എല്ലാം യൂണിഫോം ആയിരിക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ യുവർ ഡയമീറ്റർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. Okay, so upon solving, so first of all, your torque value upon solving this one, there is nothing but 60p divided by 2 pi n. Okay, on solving this one, you will get it as 4476 Newton meter, or that is equal to 4476 into 10⁻³ Newton millimeter. Right.
Again, about substituting this one, you will get the diameter D as 72.43 millimeter. Right, 72.43. You can take the very next value. ശരിക്കും നമ്മൾ R20 series എല്ലാം വെച്ച് ചെയ്യേണ്ടതാണ്, പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. You can take the next value, which is 73 millimeter. Okay. Now, so second step is the design of sleeve or design of hub, or you can say the sleeve. Okay. So find the dimensions. D അറിയാം, അപ്പോൾ capital D എത്രയാണെന്ന് കണ്ടെത്തുക, അതേപോലെ തന്നെ length എത്രയാണെന്ന് കണ്ടെത്തുക. Find capital D, which is nothing but 2D plus 13, and length is equal to 3.5 D. Third D. 158. എത്രയാണ്? 158. One second. 158 mm, right? 158 mm, and L length 3.5 D. 3.5 into 73. 255. So 255. 255 mm, right? Okay, right. Yes. 0.5. Now, okay, right. Right. So, render dimension complete. The next step is to check whether the induced shear stress. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹബിന്റെ ഡയമെൻഷൻ കണ്ടെത്തി, ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് കണ്ടെത്തി, ഹബിന്റെ രണ്ട് മെയിൻ ഡയമെൻഷൻസ് കണ്ടെത്തി. ഇനി ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതില് ഇപ്പോ ഈ ഒരു ടോർക്ക് ഇവിടെ ഈ ഒരു പവർ ആണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെ? 56.25 കിലോ വാട്ട് പവർ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്, റൈറ്റ്? അപ്പൊ ഈ പവർ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഹബിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ കണക്ഷൻ ഉണ്ട്, കണക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഹബിൽ വരുന്ന ഷിയർ സ്ട്രെസ്. ആൻഡ് എന്ത് ചെയ്യും, യു ഹാവ് ടു ചെക്ക് വെദർ ദ ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ ഹബല്ല മഫൽ അല്ലെ, പിന്നെ ദ ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ മഫ് ഈസ് ലെസ് ദാൻ ദിസ് വൺ. അത് കുറവാണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് സേഫ്. മാക്സിമം അതിന് പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് 10 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. പക്ഷെ അത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വെച്ചാൽ ഈ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടെത്താൻ ആൻഡ് വിൽ ചെക്ക് വെദർ ഇറ്റ് ഈസ് സേഫ് ഓർ നോട്ട്. ഓക്കെ, സോ വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. Induced shear stress. For that, use the very next equation. Data book തന്നെ തൊട്ടടുത്ത equation യൂസ് ചെയ്യാം. എന്തായത്? Your hollow shaft equation യൂസ് ചെയ്യാം, right? T is equal to pi by 16. സാധാരണ തന്നെ എന്താ, your torque T is nothing but pi by 16 tau capital D cube into 1 minus k raised to 4 അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ capital D raised to 4 minus small d raised to 4 divided by capital D is your torque transmitted equation. ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ pi by 16 tau D cube into 1 minus k to the power 4. Okay, so substitute the value and find the shear stress. ഷിയർ സ്ട്രെസ് വാല്യൂ കണ്ടെത്തുക. കാരണം നമുക്ക് ഇവിടെ ബാക്കി എല്ലാ വാല്യൂസും ഓൾറെഡി അറിയാം, കാരണം ടോർക്ക് നമ്മൾ കണ്ടെത്തി. ടോർക്ക് വാല്യൂ, യു ഹാവ് ദിസ് ടോർക്ക് വാല്യൂ. ക്യാപിറ്റൽ ഡി ഡയമീറ്റർ നമുക്കറിയാം, സ്മോൾ ഡി അറിയാം, അഗൈൻ ക്യാപിറ്റൽ ഡി അറിയാം. ആകെ അൺനോൺ ആയിട്ടുള്ളത് യുവർ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്. ഓക്കെ, സോ ഫൈൻഡ് ദ ഷിയർ സ്ട്രെസ്, ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് വാല്യൂ. ചെയ്തു നോക്കിയാൽ പെട്ടെന്ന് ചെയ്തു. ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്, സോൾവ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ. എന്താടാ സാറേ ലാസ്റ്റ് അത് സിഗ്മ സി എടുക്കണേ, ടി സിക്കൽ ഇക്വേഷൻ എടുക്കണ്ടേ? ഏതാ ക്ലിയർ ആയില്ല.
സാർ ഇപ്പൊ എഴുതിയില്ല T is equal to pi by 60 tau d raised to 4 minus ആ ലാസ്റ്റ് അത് ഇക്വേഷൻ. ആ അല്ല സിഗ്മ സി എന്ന ഇക്വേഷൻ നമ്മളെ ബുക്കിലുള്ളിയല്ലേ എടുക്കേണ്ടത്? അതെ, അത് നൊട്ടേഷനില് പിന്നെ സിഗ്മ സി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ടോർക്ക് ട്രാൻസ്മിഷൻ അങ്ങനെ തന്നെ അല്ലേ. ജസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഷിയർ സ്ട്രെസിന്റെ വാല്യൂ ആണ്. ശരിക്കും സിഗ്മ സി അല്ലല്ലോ ഇത് അല്ലേ. സെക്കൻഡ്, അത് ക്രഷിംഗ് സ്ട്രെസ് എനിക്കല്ല ആ ഡൗട്ട് വന്നു. അത് ക്രഷിംഗ് സ്ട്രെസ് കീ തന്നെ സിഗ്മ സി എന്നുള്ളത് ഇവിടെ സെക്കൻഡ് ക്രഷിംഗ് സ്ട്രെസ്. ക്രഷിംഗ് സ്ട്രെസ് ഇൻ കീ അല്ലേ. അല്ല, അതുണ്ടല്ലോ, അതുണ്ടല്ലോ, അത് സിഗ്മ സി അല്ല. അതൊന്നും മാറ്റിക്കോ, പറഞ്ഞേ. അത് ശരിക്ക് പിന്നെ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരിക്കലും ക്രഷിംഗ് സ്ട്രെസ് വരില്ല. അത് ഷിയർ സ്ട്രെസ് ആണ്. ടോ ആണ് വേണ്ടത്. അത് ചേഞ്ച് ചെയ്തു. ക്രഷിംഗ് സ്ട്രെസ് കാണിച്ചത് അത് ആ സിഗ്മ സി വരേണ്ടത് ആ ഏറ്റവും ലാസ്റ്റ് ഇക്വേഷൻ ആണ്. ക്രഷിംഗ് ഫെയിലർ ഓഫ് കീ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അതാ ഏറ്റവും ലാസ്റ്റ്. ടി is equal to L into T by 2 into സിഗ്മ സി into D by 2. അവിടെയാണ് ആ സിഗ്മ സി വരിക, മുകളിൽ വരില്ല. ഓക്കെ, അത് ഷിയർ സ്ട്രെസ് തന്നെയാണ്, ടോ ആണ്. ഡാറ്റ ബുക്ക് മാറ്റണോ തെറ്റാ? ഡാറ്റ ബുക്കില് മാറ്റിക്കോ, നൊട്ടേഷൻ അല്ല, അത് മാറ്റിക്കോ. ഡാറ്റാ ബുക്കിൽ ശ്രദ്ധിക്കണ കാര്യം വേറെ ഇക്വേഷൻ ഒന്നും എഴുതി വെക്കരുത്. അല്ലെങ്കിൽ ഇക്വേഷനിലെ ചില തിരുത്തുകളൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. തിരുത്ത് വെച്ചാല് അത് എക്സാക്ട് എറർ ആണെങ്കിൽ വേറെ ഇക്വേഷൻസ് കാര്യങ്ങളൊന്നും അഡീഷണൽ ആയിട്ട് ഇതിലില്ലാത്ത ഒരു സാധനം ഇതിലേക്ക് എഴുതി ചേർക്കരുത്. ഓക്കെ, കൊറോണയുടെ ആരും വന്ന് നോക്കുന്നില്ലല്ലോ. എങ്ങനെ കൊറോണക്ക് ആരും വന്ന് നോക്കില്ലല്ലോ. കൊറോണക്ക് എല്ലാം നോക്കും അങ്ങനെ വിചാരിക്കണം. ഡാറ്റാ ബുക്ക് എല്ലാം വെരിഫൈ ചെയ്തേ കേട്ടുള്ളൂ. യൂണിറ്റോ നടക്കണോ 6 നടക്കും. 6 ന്യൂട്ടൺ പറയുമ്പോൾ സ്ക്വയർ ആയിട്ടും എത്ര വന്ന് .0 ഒന്നും വരില്ല. മാക്സിമം 60 അല്ലേ? മാക്സിമം 10. 10 സ്ലീവ് അല്ല. എത്രയായിട്ട് 6 എല്ലാവർക്കും, ബാക്കിയുള്ളവർ അതേഴ്സ് 6 കറക്റ്റ് ആയിരിക്കും. അതേഴ്സ് അതേഴ്സ് കിട്ടിയത് 253. എന്തായിരുന്നു അത്? ഷിയർ സ്ട്രെസ് ആണോ? ഷിയർ സ്ട്രെസ് ആണെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ്. ഇതില്ലേ ചെക്ക് ചെയ്യണം. സാർ ഓക്കെ വന്നിട്ടുണ്ട്. റൗണ്ട് ചെയ്തിട്ട് എടുക്കായിരുന്നു. 4 എന്തോ പ്രശ്നമുണ്ട്, ചെക്ക് ചെയ്യാം. സാർ ആൻസർ എത്രയാ? ഒരു 5-6 ആ റേഞ്ചിലാണ് വരിക. 5.9 അറിയില്ല. ലെസ് ദാൻ 10 ഒബ്വിയസ്ലി സേഫ് ആണ്. So you'll get a value in between 5 and 6. കിട്ടിയോ? Shear stress value will be right. കിട്ടിയില്ലേ? Others value in between 5 and 6. കിട്ടിയോ? Others guys, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അഭിരാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഡയറക്റ്റ് വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ചെയ്യാനുള്ളൂ. കാണിക്കാം. ടോർക്ക് വാല്യൂ അറിയാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ ടോർക്ക് വാല്യൂ, ടോർക്ക് എത്രയായിരുന്നു?
Yes, 4476, right? 4476 into 10 to the power 3 is equal to pi by 16, pi by 16, tau value arilla, induced ആണ്. Need to find out the tau value into capital D. Outer diameter is 158. So it is nothing but 158 in the whole raised to 4 minus small d diameter, 73. 73 raised to 4 divided by 158. Okay, solving, you will get the induced shear stress in the range of 5 to 6. Right? Exactly 5.9. Somewhere around. 190. Okay, so approximately 6.04. 6 Newton per mm square. So that means it is less than, see, ഇനി ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. See, the muff, shear stress acting on muff ആണ് അല്ലെ? Muff എത്രയാണെന്ന് as per the question the permissible shear stress acting on muff is 10 Newton per mm square. Right? നമുക്ക് ഇവിടെ കിട്ടിയ 6 Newton per mm square ആണ്. So therefore, it is less than 10 Newton per mm square. Therefore, design of muff or sleeve is safe. Right. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തത് ഫസ്റ്റ് ഡയമീറ്റർ കണ്ടെത്തി യൂസിങ് ദ ടോർക്ക് ഇക്വേഷൻ. ആ ഡയമീറ്റർ ബേസ് ചെയ്തിട്ട് വാല്യൂ ബേസ് ചെയ്ത് ബാക്കി എല്ലാ ഡയമെൻഷൻസും നമ്മൾ കണ്ടെത്തി. ഇനി ചെക്ക് ചെയ്യാണ് നമ്മൾ കിട്ടിയ ഡയമെൻഷൻ അല്ലെങ്കിൽ നമ്മളിപ്പം എടുത്ത ഡയമെൻഷൻസ് എല്ലാം പ്രോപ്പർ ആണോ, ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആസ് പെർ ദ ക്വസ്റ്റ്യൻ തന്നത് വെച്ച് നോക്കുമ്പോൾ ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ മഫിൽ എത്രത്തോളം സ്ട്രെസ് വരാം എന്നാണ് കണ്ടെത്തിയത്. റൈറ്റ്. and that is called induced stress. ഈ പവർ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ആണ്. റൈറ്റ്. and that induced stress value is found to be 6 Newton per mm square, and we know that it is less than 10. Therefore the design of muff or sleeve is safe. Okay, so second part കഴിഞ്ഞു. Now third part is the design of the key. Design of key. Right. Key design ചെയ്യണം. Length of the key is the first concern. Length of key is nothing but length of sleeve by 2. Okay, വേറെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ you can take it as length of sleeve divided by 2. Right. So length of the sleeve തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? അത് കണ്ടുപിടിച്ചില്ലല്ലോ, അതല്ല. ഇല്ല, എവിടെ? 255.5. Yes, അല്ലെ 255. Yes, length of the sleeve എന്ന് പറയുന്നത് മഫിന്റെ അല്ലെ. So length of the sleeve നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. So length of the sleeve, length of the key is nothing but 255 divided by 2. Okay, if nothing is given, keyയുടെ length അത് divided by 2 എടുത്താണ്. So it is 255 by 2. So that is 122.5. Right. So your length of the sleeve is 122.5 mm. Right. ഇനി കഴിഞ്ഞില്ല. ഒരു കീയുടെ കേസിൽ നമ്മൾ ഒരു റെക്ടാങ്കുലർ കീ ആണെങ്കിൽ ഒരു കീയുടെ ഡയമെൻഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, ഒന്ന് കീയുടെ ലെങ്ത് ആണ് അറിയേണ്ടത്. ഓക്കെ, നോർമൽ കേസിൽ ഡിവൈഡ് 127 ആയിട്ട് ഡിവൈഡ് ബൈ ഓക്കെ 127. ഓക്കെ 27. ഓക്കെ 127 ആണ്. Yes, right. 127. Okay. So normal case ഒരു key complete ആവണമെങ്കിൽ ഒരു rectangular key complete ആവണമെങ്കിൽ we need 3 dimensions. One is length, second one is width, and the third one is the height of the key. അല്ലെ, ഈ 3 കാര്യങ്ങളായാലും കംപ്ലീറ്റ് ആവില്ല. നോർമൽ കേസിൽ ലെങ്ത്തിന്റെ കേസിൽ നമുക്ക് പിന്നെ ഒരു കീ ഡിസൈനിന്റെ കേസിൽ ലെങ്ത് നമുക്ക് പലപ്പോഴും ഡിസൈൻ ചെയ്യാൻ അത് നമ്മൾ ആസ് പെർ എന്താ പറയാ പിന്നെ ആസ് പെർ ദ കണ്ടീഷൻ ലെങ്ത്. ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ സ്ലീവ് ബൈ 2 ആണ്. റൈറ്റ്. അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് ആണെങ്കിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് ആയിട്ട് നമ്മൾ കീ ഡിസൈൻ ചെയ്യുമ്പോൾ എടുക്കുന്നതാണ്. ഓക്കെ, സോ ലെങ്ത് ഓഫ് ദ കീ നമുക്ക് ഇത് ഓൾറെഡി ഈ ഒരു കേസിൽ കിട്ടി. ദെൻ ഇനി നമുക്ക് കണ്ടെത്തേണ്ട 2 കാര്യങ്ങൾ വിഡ്ത്തും അതുപോലെ ഹൈറ്റ് ഓഫ് ദ കീ ആണ്. ഈ 2 കാര്യങ്ങളും കൂടെ കണ്ടെത്താനാണ്. ഇത് എങ്ങനെ കണ്ടെത്തുന്നു ചോദിച്ചാൽ, these 2 parameters are taken. This has a direct relationship with the diameter of the shaft. Okay, ഇതെങ്ങനെ എടുക്കുന്നു ചോദിച്ചാൽ that is by using the data book. Okay, so go to page number. അത് നോക്കിയേ, കീയുടെ പേജ് ഒന്ന് നോക്കിയേ. PSG ഡാറ്റാ ബുക്കിൽ കീ ഡിസൈനിന്റെ പേജ് നമ്പർ ഒന്ന് നോക്കാം.
Dimension of parallel key എടുത്താൽ മതി. Parallel key. Dimension of parallel key. കിട്ടിയോ? Key design page. So go to page number 5.16. വെട്ടി. Page number 5.16. കീ ഡിസൈനിന്റെ കേസിൽ നമ്മൾ ഇതേ കാര്യം തന്നെ ചെയ്യുക. ആദ്യം ഡയമെൻഷൻസ് കണ്ടെത്തും, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യും വെദർ അതിന് ആ ഷിയർ സ്ട്രെസ് താങ്ങാൻ പറ്റുമോ ഇല്ലയോ. ഓക്കെ, അപ്പൊ ഇവിടെ പേജ് നമ്പർ 5.16 വന്നു കഴിഞ്ഞാൽ നമുക്ക് പാരലൽ കീയുടെ കേസാണ്. നമുക്ക് ഇതൊരു പാരലൽ കീ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പോവാം. സോ ഇവിടെ ഫസ്റ്റ് റോ അത് ഫോർ ഷാഫ്റ്റ് ഡയമീറ്റേഴ്സ് ആണ്. കണ്ടോ, ഫസ്റ്റ് റോ ഷാഫ്റ്റ് ഡയമീറ്റേഴ്സ്, അതിനുശേഷം കീ ക്രോസ് സെക്ഷൻ ഇയും എച്ചും. നമുക്ക് ആദ്യത്തെ രണ്ട് റോന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ഫോർ ഫസ്റ്റ് റോയിൽ നോക്കുക, ഫോർ ഷാഫ്റ്റ് ഡയമീറ്റേഴ്സ് എബോ ആൻഡ് അപ് ടു. ഓക്കെ, നമ്മുടെ കേസ് നോക്കുക. നമ്മുടെ ഡയമീറ്റർ 73 ആണ് നമ്മുടെ ഷാഫ്റ്റ് ഡയമീറ്റർ അല്ലെ. സോ ദാറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ 65 ആൻഡ് 75 അല്ലെ. എബോ 65 ആൻഡ് അപ് ടു 75 എന്നുള്ള റേഞ്ചിലേക്ക് കാണാം. കണ്ടോ? റൈറ്റ്. സോ അത് ബേസ് ചെയ്താൽ നമുക്ക് ഡയമെൻഷൻസ് അതിന്റെ തൊട്ട് താഴെ കിട്ടും. കീ ക്രോസ് സെക്ഷൻ വിഡ്ത്ത് ബിയും അതേപോലെ ഹൈറ്റും ആ ടേബിളിൽ നമുക്ക് എടുക്കാം. കണ്ടോ? സോ ഫോർ ഡയമീറ്റർ yes, for diameter of the shaft 73 mm, your width of the key B, you can take it as 20 mm, and width depth അല്ലെങ്കിൽ height, okay, രണ്ട് തരത്തിലും പറയാം. Height of key H value you can take it as 12 mm. 20 mm എന്ന് പറയുന്നത് 65 അല്ലേ? 65 to 75, above 65 up to 75 ഉണ്ടല്ലേ. ആ റേഞ്ചിൽ വരുന്ന വാല്യൂസിന് നമുക്ക് കീയുടെ ക്രോസ് സെക്ഷൻ 20യും 12ഉം ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ എന്തൊക്കെയായി? കംപ്ലീറ്റ് ഡയമെൻഷനായി, കീയുടെ കംപ്ലീറ്റ് ഡയമെൻഷൻസ് ആയി എന്തൊക്കെയായി? വിഡ്ത്തായി, ഹൈറ്റ് ആയി, അതേപോലെ ലെങ്ത് വാല്യൂ ആയി. ഓക്കെ, നൗ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് സേഫ് ഓർ നോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റനിൽ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റനിൽ തന്ന ഒരു കാര്യം ഷിയർ സ്ട്രെസ്, പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആക്ടിംഗ് ഓൺ ദ കീ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർമിസിബിൾ ക്രഷിംഗ് സ്ട്രെസ് ആക്ടിംഗ് ഓൺ ദ കീ തന്നിട്ടുണ്ട്. Right. So you can directly check the value using the equation given in your data book, using the torque equation. Okay. So your torque acting on the key is equal to, so for first case, കാരണം ഇത് നമ്മൾ രണ്ട് കേസും ചെയ്യുന്നതെന്ന് വെച്ചാൽ കീയുടെ കേസിൽ രണ്ട് തരത്തിൽ ഇത് ഫെയിൽ ആവാം. ഒന്നുകിൽ ഷിയർ ചെയ്ത് ഫെയിൽ ആവാം, അല്ലെങ്കിൽ ക്രഷ് ചെയ്യുന്നതുകൊണ്ട് ഫെയിൽ ആവാം. അപ്പൊ രണ്ട് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. Right. So your torque T is equal to L into W into tau into D/2 for shear failure. Okay, so using this equation, your torque T is given, L അറിയാം, width അറിയാം, depth അറിയാം. Find the induced shear stress in key. Induced. Okay, find that value. Again, using the next equation, which is torque is T is equal to L into T/2 into crushing stress into D/2, which is for crushing failure. Crushing failure. Okay, so using this equation, find the crushing stress induced and check whether it is less than or greater than the permissible shear stress and permissible crushing stress. If it is less than, then design will be safe. കണ്ടുപിടിച്ചോ, രണ്ടിന്റെയും shear stress value കണ്ടെത്താം. ബാക്കി എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്.
D diameter of the shaft ആണ്. പിന്നെ ഇവിടെ T എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ thickness എന്ന് പറഞ്ഞാൽ അത് H തന്നെയാണ്. ഓക്കെ, മാറിപ്പോരുത്. T is nothing but H. ഞാൻ ഇവിടെ H എന്ന് കൊടുത്ത സാധനം തന്നെയാണ് T ആക്ച്വലി. ഓക്കെ. Four Newton per square. T days, shear stress അല്ല. ഒരു സെക്കൻഡ്. ഫോർ ആയിരിക്കുമല്ലോ. $47.9. 47.9. 48. ആണോ? എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടിയ? നമുക്ക് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ 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 റൈറ്റ്. ക്രഷിംഗ് സ്ട്രെസ് കൂടെ കണ്ടുപിടിക്കുക. ക്രഷിംഗ് സ്ട്രെസ് ഫോർ കീ. അല്ല, അപ്പൊ അത് ടോക്ക് എന്ന് പറഞ്ഞിട്ട് 40 ന്യൂട്ടൺ പെർ ഔൺസ് അല്ല? അതെ, പറയാം ഞാൻ തീർക്ക്. ക്രഷിംഗ് സ്ട്രെസ് കൂടെ കണ്ടുപിടിക്കുക, എന്നിട്ട് പറയാം. So 100 എടുക്കുക സിഗ്മ സി. 100 കൊടുക്കേണ്ടി വരും. എന്ത് സിഗ്മ സി 100 അല്ലേ? സിഗ്മ സി എത്ര കിട്ടിയ? സിഗ്മ സി സോൾവ് ചെയ്തപ്പോ എത്ര കിട്ടിയ? സിഗ്മ സി അതിന് എല്ലാവർക്കും കിട്ടിയത് 168. 168. ചെക്ക് ചെയ്ത് എല്ലാവരും നോക്കിയേ. ഫസ്റ്റ് കേസ് എല്ലാവർക്കും കറക്റ്റ് അല്ലേ കിട്ടിയ? 47 പോയിന്റ് സംതിങ് അല്ലേ? So 48 Newton per mm square. Right. Second case is sigma c. What about others? Vaishnav and that Vishnu? 159.9. Almost 160 അല്ലേ? സോ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം വന്നു അല്ലെ? നമുക്ക് ഇപ്പൊ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടുവന്നത് അല്ലെ? So 160 Newton per mm square, right? So here your induced shear stress is 48. അപ്പൊ എത്രയാണ് permissible shear stress? Permissible shear stress value is actually 40 Newton per mm square. Again similarly, permissible shear stress is എത്രയായിരുന്നു? Sigma c value is nothing but 100 Newton per mm square ആയിരുന്നു അല്ലെ? അപ്പൊ ഇതിന്റെ രണ്ട് കേസിലും your keyയുടെ കേസിൽ the induced shear stress is exceeding the permissible shear stress. That means this design is not safe. അല്ലെ? എന്താ വെച്ചാൽ കീയുടെ നമ്മൾ എടുത്ത ഡയമെൻഷൻ സേഫ് അല്ല. എന്ത് ചെയ്യണം? You have to revise the dimension of the key. Okay, so the next step is to revise the dimension of key. Revise the key dimensions. ഓക്കെ, ഇതിനെങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ നമുക്ക് പിന്നെ ആദ്യം നമ്മളിപ്പോ ഇവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് ബേസ് ചെയ്തിട്ടാണ്. ഒരു 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 എന്താ പറയാ, ഒരു എക്സാക്ട് ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളൊരു മിനിമം ലെങ്ത് ആണ് നമ്മളിപ്പോ അവിടെ എടുത്തിട്ടുള്ളത്, റൈറ്റ്? സോ ഐദർ നമുക്ക് ഈ രണ്ട് കേസ് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ലെങ്ത് നമ്മളിപ്പോ സ്ലീവ് ബേസ് ചെയ്ത് ജസ്റ്റ് എടുത്ത ലെങ്ത് ആണ്. സോ ഫസ്റ്റ് കേസ് യു ക്യാൻ റിവൈസ് ദ ലെങ്ത്. ഓക്കെ, you can revise length and check. Okay, so for that go to page number 5.17.
പേജ് നമ്പർ 5.17. പേജ് നമ്പറിൽ എഴുതി വെക്കണേ, നിങ്ങൾ ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, ഗോ ടു പേജ് നമ്പർ 5.17. അവിടെ പ്രിഫേർഡ് ലെങ്ത് ഫോർ പാരലൽ കീസ് എന്ന് പറഞ്ഞിട്ട് കാണാം, കണ്ടോ? പ്രിഫേർഡ് ലെങ്ത് ഫോർ പാരലൽ കീസ് കണ്ടോ, ഒരു ടേബിൾ കിട്ടിയോ? പ്രിഫേർഡ് ലെങ്ത് ഓഫ് പാരലൽ കീസ്. റൈറ്റ്. അതില് നമ്മളിപ്പോ എടുത്ത വിഡ്ത്തിന്റെ കേസ് 20 and 12 ആണ്. റൈറ്റ്. വിഡ്ത്ത് ഏറ്റവും ടോപ്പിൽ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് കാണാം. സോ 20 and 12 കറസ്പോണ്ടിങ് ടു ദാറ്റ് നമുക്ക് താഴേക്ക് വരാം. പ്രിഫേർഡ് ലെങ്ത് നോക്കാം. സോ നമ്മളിപ്പോ ആസ് ഓഫ് നൗ നമ്മൾ എടുത്ത ലെങ്ത് എത്രയായിരുന്നു? ലെങ്ത് വാല്യൂ 127.5 ആണ്. റൈറ്റ്. സോ യു ക്യാൻ ടേക്ക് ദ വെരി നെക്സ്റ്റ് വാല്യൂ ഓഫ് 127.5. ഈ ടേബിൾ നോക്കുക. 20 and 12 കേസിൽ 127.5 very next value is 140, right? So you can take the value 140. So you can revise the length as 140, and then you can continue the same process and determine the induced shear stress and again induced crushing stress. ഇത് രണ്ടും കണ്ടുപിടിക്കുക. Again check whether it is less ആണെങ്കിൽ safe ആണ്. ഇനി അങ്ങനെ അല്ല എങ്കിൽ അടുത്ത ചെയ്യേണ്ട പ്രോസസ് എന്ന് പറഞ്ഞാല് you have to revise width and ഇതും നടന്നിട്ടില്ല എങ്കിൽ റിവൈസ് width W and height H. ഇത് വീണ്ടും റിവൈസ് ചെയ്യാം. അത് റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തൊട്ടടുത്ത വാല്യൂ എടുക്കാം. എന്താണ് 20 12 പകരം 22 and 14 എടുക്കാം. ഓക്കെ, B22 പിന്നെ അതേപോലെ H14 എടുത്തിട്ട് വീണ്ടും ഇതേ പ്രോസസ് കണ്ടിന്യൂ. എപ്പോഴാണോ ഇത് സേഫ് ആവുന്നത് അവിടെ നിർത്തുക. ഓക്കെ, മിക്കവാറും ഈ ലെങ്ത് മാറ്റുമ്പോൾ ആവും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഇത് എന്തായാലും സേഫ് ആവും. റൈറ്റ്. ഇവിടെയാണോ സേഫ് ആവുന്നത് അവിടെയാണ് കീയുടെ ഡിസൈൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ പ്രൊസീജിയർ? റൈറ്റ്. പ്രൊസീജിയർ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അത് ചെയ്ത് വെക്കാം. നാളത്തേക്ക് അതൊന്ന് ചെയ്യാം. അതാണ് നമുക്ക് ഫൈനൽ ആൻസർ നമുക്ക് നാളെ ചെക്ക് ചെയ്യാം. ഇല്ല, 143 ആയിട്ട് എങ്ങനെയാകുമ്പോ വിഡ്ത്തും അതും അടുത്ത സ്റ്റെപ്പിൽ റിവൈസ് ചെയ്യാം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്ന് വെച്ചാൽ ഇനി ഡിസൈനിന്റെ കേസിൽ പിന്നെ ഇതൊരു തുടക്കമാണ് കേട്ടോ. ഡിസൈൻ മെഷീൻ ഡിസൈൻ 2 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് ഗിയർ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ആദ്യം ഡയമെൻഷൻസ് കണ്ടെത്തും, ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ചെക്ക് ചെയ്ത് നോക്കും. ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ റിവൈസ് ദ ഡയമെൻഷൻ. അങ്ങനെ ഇറ്റ് വിൽ കണ്ടിന്യൂ. ഇതാണ് ഒരു ബേസിക് ഡിസൈൻ പ്രോസസ്സ്. അതിന്റെ ഒരു തുടക്കമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഓക്കെ, റൈറ്റ്. അപ്പൊ അത് ചെയ്യാം. എന്നിട്ട് ഡയമെൻഷൻസ് എവിടെയാണോ നമുക്ക് സേഫ് ആവുന്ന ലിമിറ്റിൽ നിർത്തുക. ഓക്കെ, അപ്പൊ ഇനി വിഡ്ത്തും മാറ്റുക, അതേപോലെ ഹൈറ്റും മാറ്റുക, ചെക്ക് ചെയ്യുക. അവിടെയും സെറ്റ് ആവുന്നില്ലെങ്കിൽ അതിന്റെ അടുത്ത പ്രിഫേർഡ് ലെങ്ത് എടുക്കുക, വിച്ച് ഇസ് 160. എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഹബിന്റെ ലെങ്ത്തിന് എക്സീഡ് ചെയ്ത് പോകരുത്. ഓക്കെ, ഹബിന്റെ ടോട്ടൽ ലെങ്ത്തിന് ഒരുപാട് എക്സീഡ് ചെയ്ത് പോകരുത്. റൈറ്റ്. കാരണം കുറച്ച് എക്സീഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, കാരണം നമുക്കത് ഷാഫ്റ്റിന്റെ ലെങ്ത് പറയുന്നില്ലല്ലോ അല്ലേ, അപ്പൊ പ്രശ്നമില്ല. ഓക്കെ, യു ക്യാൻ എക്സീഡ് ടു അടുത്ത തൊട്ട് നെക്സ്റ്റ് ലെങ്ത് ഈസ് 160, എക്സീഡ് ദാറ്റ് ടു 160. കാരണം മെറ്റീരിയൽ ലെങ്ത്തും അതിന്റെ വിഡ്ത്തും എല്ലാം കൂടുമ്പോൾ ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ഫെയിലിയർ. റൈറ്റ്. അപ്പൊ പക്ഷെ അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മിനിമം മെറ്റീരിയൽ വരുന്ന ഏറ്റവും മിനിമം എന്താ പറയാ ഡയമെൻഷൻസിലുള്ള കീ ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. ഒരു വലിയൊരു കീ എടുത്ത് വെക്കില്ല. റൈറ്റ്. അപ്പൊ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ അതിന്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു. നാളത്തേക്ക് ക്ലിയർ ചെയ്യാം.